കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർ താരാരോ മധുരമായി പാടും മണി ശംഖുകളായി കാതിൽ. പക്ഷെ അത് വേറെയാണ്. അത് ആ റൂട്ട് എവിടെ നിന്നൊക്കെ കയറി അതാണ് ഇൻബോൺ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടർ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ദൈവമാണ് കേട്ടോ. അത് ഞാൻ പാടി, ഞാൻ മാഷ് പാടിയതിന് അപ്പുറത്ത് പാട്ടുണ്ട്. അപ്പോൾ കുറേ സമയം എന്നെ ഇങ്ങനെ നോക്കുക, അതുപോലെ നീ എൻ്റെ അടുത്ത് വന്ന് വളരെ ലേറ്റായി പോടാന്ന്. പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം. ഇവിടെ പിന്നെ നോബി, പിന്നെ ഉല്ലാസ്, പാല ജോബി, ഇവരെല്ലാം കൂടെ ഇവിടെ. ഇപ്പോൾ അവർ ഈ എന്തുവാ കോമഡി സ്റ്റാറിൽ ഉണ്ടായിരുന്നു. ഇപ്പം പേരൂർക്കട ആയിരുന്നു അവരുടെ ക്യാമ്പ്. ആ ക്യാമ്പിൽ അവിടെ നാഥൻ സ്റ്റോർസ്. അപ്പോൾ അവിടെ ആ ക്യാമ്പ് ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര ബോറായിരുന്നു പറഞ്ഞു. അപ്പം ചേച്ചി ദോശ ഇടുന്നു. കാരണം ലക്ഷ്മി വിളിച്ചു. അപ്പോൾ ഒരു ദോശക്കല്ലേ ഉള്ളൂ. ഈ നോബിയുടെ ഒക്കെ അണ്ടാവിലോട്ട് ദോശയൊക്കെ പോകണമെങ്കിലേ ഈ മാവ് തട്ടിയെടുത്തിട്ട് അടിയിലേക്ക് തീ ഇടുന്നതാണല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ, പന്തളത്ത് അമ്മ ഇവിടോട്ട് വന്നിട്ടേ ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കണത്. അമ്മ ഇങ്ങനെ കർട്ടന്മാർ ചോദിച്ചു വിത്തൗട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവ ഒരു 3 പേരം ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമല്ലേ, ഇവർക്കും ഇപ്പം നമുക്കിപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ റോഡിൽ കൂടെ പോയിട്ട് അവിടെ പോയിട്ട് തട്ടുദോശയൊക്കെ കഴിച്ച് ഓണത്തിൻ്റെ ഒരു സെറ്റപ്പിൽ പോകും. മാഷിൻ്റെ ഓണം, മാഷിന് പന്തളത്ത് പോകണം, ഇനി തിരുവനന്തപുരത്ത് ഓണമാണ്. എങ്ങനെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഒരു ശൈലി ശീലം? കലാകാരന് പൊതുവേ ഓണം കുറവായിരിക്കും. ഇപ്പോൾ കാരണം ഈ കാലയളവിൽ 10 വർഷം പ്രവാസിയായിരുന്നു. അവിടെ ഓണമില്ല. മക്കളിവിടെ അല്ലേ, കുടുംബം ഇവിടെയാണ്. അപ്പം പിന്നെ ആ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് പലപ്പോഴും പ്രോഗ്രാമായിരുന്നു. ഒരു പ്രാവശ്യം ഓണത്തിന്, തിരുവോണത്തിന് ദേവരാജ മാഷൻ ഞാൻ കരമന പോയി തൂക്കുപാത്രത്തിൽ പോയി ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് മാഷൻ ഞാനിവിടെ നിന്ന് ഭാഗ്യം അല്ല തീർച്ചയായിട്ടും അദ്ദേഹമാണല്ലോ പിന്നെ ഈ പന്തളംപാൽ എന്നുള്ള പേര് നൽകിയതും 89 സഖാവ് എന്ന സിനിമയും പാടി അങ്ങനെയാണല്ലോ ഈ സാറാണ് എൻ്റെ പന്തളംപാൽ എന്നുള്ള പേരിട്ടത്. പിന്നെ അതിനേക്കാൾ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് മാഷുണ്ടായിരുന്നു, അനുഗ്രഹം. നെയ്യാറ്റിങ്കര വാസവ സാറുണ്ടായിരുന്നു, കല്ലറ ഗോപൻചേട്ടൻ, ഇടവാ ബഷീർ ഉണ്ടായിരുന്നു. അന്നത്തെ അപ്രമുഖരായ വലിയ ലെനിൻ രാജേന്ദ്രൻ സാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പന്തളം സുധാരൻ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നല്ലോ, അദ്ദേഹത്തിന് അന്ന് എക്സൈസ് മന്ത്രിയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറഞ്ഞേ, അതൊരു ഭയങ്കര ഭാഗ്യമാണ്. പലർക്കും കിട്ടാത്ത ഭാഗ്യമാണ്. പിന്നെ ഇപ്പം ദേവരാജ മാഷാണ് എന്നെ ആദ്യ സിനിമ പാടിച്ചത്. അതിനുശേഷം രവീന്ദ്രൻ മാഷ് പാടിച്ചത്. അത് പിന്നെ സഖാവ് വിപ്ലവത്തിൻ്റെ പാട്ട് ഇറങ്ങിയില്ല. അതിൻ്റെ കാര്യമില്ല, എനിക്കത് ഇപ്പോൾ ഓർമ്മയില്ല. 89-ലല്ലേ പോയിട്ട്. പക്ഷേ ആ സിനിമയിൽ കൂടിയാണ് ഞാൻ വന്നത്. നടൻ പ്രേംകുമാർ വന്നത്. പി കൃഷ്ണപിള്ളയായിട്ട് ജീവചരിത്രത്തിലെ പി കൃഷ്ണപിള്ളയായിട്ട് പിന്നെ പ്രേംകുമാറല്ലേ വന്നത്. അപ്പം ഷൂട്ടിംഗ് പകുതി വരെ നടന്നല്ലോ, പിന്നെ അത് നടന്നില്ല. വലിയ പ്രോജക്റ്റായിരുന്നു. മറ്റേ കതറും കണ്ണാടിയൊക്കെ വെച്ചിട്ട് തോർത്ത കൊടുത്ത് വരുന്നിരുന്ന പി എ ബക്കറിൻ്റെ പടമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ പടം. അത് ഞങ്ങളെപ്പോഴും ഞാനും ഒരു പടത്തിലാവുന്നു കേട്ടോ ഇങ്ങനെ എപ്പോഴും പറയും. ഭയങ്കര ഭാഗ്യമല്ലേ ആ കാലഘട്ടത്തിൽ അങ്ങനെ അവസരം കിട്ടുന്നത്. പിന്നീട് എനിക്ക് ഒരുപാട് മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും നടക്കാറില്ല, ഇപ്പോഴും നടക്കാറില്ല എന്നുള്ള അല്ല നടക്കാറില്ല, നടക്കും. അത് എനിക്കതിനകത്ത് വലിയ സങ്കടമോ വിഷമോ ഒന്നുമില്ല. പക്ഷേ ഒരു എന്താ പറഞ്ഞ പ്രതീക്ഷയാണല്ലോ ഇതൊക്കെ. നിങ്ങളുടെ ഒരു ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന സംഭവമല്ല. എൻ്റെ സ്വഭാവം ഞാൻ പച്ചയ്ക്ക് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ പാട്ട് കേൾക്കാനും നമ്മുടെ കോളേജിൽ തന്നെ ആയാലും നമ്മളെ ഗാനമേളയ്ക്ക് നമ്മൾ വരുമ്പോഴത്തേന് ആ ഒരു പെർഫെക്ഷൻ ഉള്ള സംഭവം ഉണ്ടല്ല, സ്ഫുടത, അക്ഷരശുദ്ധി എന്ന് പറയും നമ്മൾ, അത് പക്ക മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അല്ല, മലയാളം ആണല്ലോ. മലയാള പാട്ടിനെ നമ്മളിപ്പോൾ പരയാൻ മരഞ്ഞു പോയാന്ന് പാടിയിട്ട് വല്ല കാര്യം പാടിയിട്ട് കാര്യമില്ല. അരിയില്ല പരിയില്ല എന്ന് പറഞ്ഞ കാര്യമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അരി പരയാൻ മരഞ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പം ഞാൻ ഒരു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പഴയ ഗാനം നമ്മൾ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ആ ഒരു ഗാനത്തിലേക്ക് കിടക്കാം. ഒരു ചെറിയ ഒരു ഗാനം, ഒരു പഴയ പാട്ട്. അത് കാതിൽ തേൻ മഴയായി
പാടുകാറ്റേ കടലേ കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണി ശംഖുകളായി കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ. അത് അതേപോലെ തന്നെ ചൗധരി സാറിൻ്റെ വേറെ ഇതേ ഒരു സെറ്റപ്പിൽ ഒരു വെർഷൻ സാധനമുണ്ട്. അതൊന്ന് രണ്ടുപേര് പാടാവും. സെർച്ച് ചെയ്ത സാറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട്, ഏത് പാട്ട് പാടിയാലും. ഇപ്പം ദേവരാ മാഷിൻ്റെ രവീന്ദ്ര മാഷിൻ്റെയും എല്ലാം വെറൈറ്റി സാധനമാണ്. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമേ ശാന്തമാകനീ. ഇപ്പോഴും പ്രാക്ടീസ് ഉണ്ടോ? എല്ലാ ദിവസവും രാവിലെ? അല്ല, എനിക്ക് വേറെ ജോലി അറിഞ്ഞുകൂടാ, ഇതാണ് എൻ്റെ ജീവിതമാർഗം എന്ന് ഉള്ള തിരിച്ചറിവുണ്ടല്ലോ. അതെ, ഇല്ലെങ്കിൽ കാരണം ലോകം നമ്മുടെ ഒരു തെറ്റ് കണ്ടുപിടിക്കാനായിരിക്കും. ഇപ്പം ഞാൻ രാമകഥ പാടുന്ന രാമകഥയുടെ രാമ എന്നുള്ള ഭാഗം ആ മേളിൽ രാമ ശ്രീരാമ രാമ രാമ അത് ഇങ്ങനെ ഇരിക്കും. അവിടെ പോയെന്ന് പറയും. ഇപ്പം മധുമൊഴി രാധയെ നിന്നെ തേടി എന്നുള്ള 12 ബാറാണ്. 8 ബാറിൽ നിർത്തി കഴിഞ്ഞാൽ തീർന്നു കാര്യം. എങ്കിൽ ആ വാർന്ന് പ്രേക്ഷകരൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ. ഇല്ല ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയില്ല, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം. ഇനി വേറെ സംസാരമില്ല. അല്ല, ഞാനിത് എത്ര വർഷം മുമ്പ് പാടിയ എനിക്ക് ഇപ്പോഴും പാടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പ്രാക്ടീസും എൻ്റെ ഡെഡിക്കേഷനും സമർപ്പണമാണ് സംഗീതം. ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഓട്ടോ എടുത്ത് എവിടെ വന്നിട്ടുള്ളത്. കാര്യം ഹരിമുരളി പാടുമെന്ന് എനിക്കറിയാം.
ആ വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ആ വെള്ള ഷൂവും എടുത്തിട്ട് സ്റ്റേജിൽ വരും, ആരുടെയും അരിമുരളി വരും പാടിയിരിക്കും. അത് കേൾക്കാൻ വേണ്ടി ഫ്രണ്ട് അല്ല, ഇതൊക്കെ നമ്മുടെ ചലഞ്ചിങ് സോങ്സ് ആണ്. കാരണം ഇതൊക്കെ പാടിയില്ലെങ്കിൽ ഇപ്പോഴും എന്തോ ഒരു കുറവ് പോലെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാടുന്ന ഇതുപോലെ പുഴയോരകുള്ള പെണ്ണ്, ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി, രാജകൊട്ടാരത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള വലിയ പാട്ടുകളല്ലേ, എല്ലാം വലിയ പാട്ടാണ്. പിന്നെ രാമകഥ, ഏഴ് സ്വരങ്ങൾ, ശ്രീലതീകൾ, നക്ഷത്ര ദീപങ്ങൾ, കാട്ടിലെ പാഴ്മുളം എടുത്ത് സ്റ്റേജിൽ കൊണ്ട് ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഞാൻ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പോഴും പാടാറുണ്ട്. കാരണം എനിക്ക് അത് പാടിയില്ലെങ്കിൽ എന്തൊരു കുറവ് ഞാൻ ആലോചിക്കുകയും ചെയ്ത്. ഇപ്പം നമ്മൾ പാപ്പനംകോട് എന്തോ ഒരു ഫംഗ്ഷൻ നമ്മൾ പങ്കെടുക്കാൻ ഇരുന്നതാണ്. പാപ്പനംകോട് നിയമം പാപ്പനംകോട് എന്തോ ഒരു സംഭവം, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് എന്നെ അറിയാമല്ലോ പാപ്പനംകോട്, അന്ന് ഇത് പാടി ഈ സുമുഹൂർത്തമായി എന്നുള്ള പാട്ട്, അതാണ് ഇപ്പം മെയിനായിട്ട് പാടുന്ന പാടത്തിൽ. ആ പാട്ടിലെല്ലാം ഉണ്ട്. ഒരു പാട്ടുകാരൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അവന് എത്രമാത്രം കാലിബർ ഉണ്ടെന്ന് വിളിച്ചു പോകുന്ന ഒരു പാട്ടാണ്. ഒരു ചലഞ്ചിങ് സോങ്ങാണ് സുമുഹൂർത്തമായി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് പേരുകൾ പാടുന്നുണ്ട്. ലക്ഷ്മി നിർബന്ധിച്ച് പഠിച്ചു ഇത് പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ പഠിച്ചു. പക്ഷേ ഇപ്പോൾ അതാണ് ഒരു എന്താ പറയുക ടാർഗറ്റ് പാട്ടെന്ന് പറയുന്നത്. അതിനകത്ത് താളമുണ്ട്, വിവിധ രാഗങ്ങളാണ്. പക്ഷെ മാഷിൻ്റെ വേറൊരു സംഭവം അറിയാം, മാഷിൻ്റെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ നോട്ട് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ പാട്ടുമായിട്ട് എല്ലാ പാട്ടും ഒരു ചെറിയ കണക്ഷൻ, ആ മ്യൂസിക്കിനോ ഓർക്കസ്ട്രേഷനോ എന്തോ ഒരു സാധനം അതിനകത്ത് കണക്ട് ചെയ്ത് അങ്ങോട്ട്. അത് പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ മത്സരിച്ച് ചാരുകേശി രാഗം പാടിയിട്ടുണ്ട്. ഇതാണ് ചാരുകേശി നമ്മൾ പാടുന്നത്. പക്ഷെ അത് വേറെയാണ്. അത് ആ റൂട്ട് എവിടുന്നൊക്കെ കയറി അതാണ് ഇൻബോൺ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടർ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ദൈവമാണ് കേട്ടോ. അത് ഞാൻ പാടി, ഞാൻ മാഷ് പാടിയാൽ അപ്പുറത്ത് പാട്ടുണ്ട്. അപ്പോൾ കുറേ സമയം എന്നെ ഇങ്ങനെ നോക്കുക, അതുപോലെ നീ എൻ്റെ അടുത്ത് വന്ന് വളരെ ലേറ്റ് ആയിപ്പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് സൗഹൃദം 3 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയ പാട്ട് സിനിമയിലൊക്കെ എന്നെ പാടിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ എങ്കിൽ വടക്കുന്നാഥൻ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ പോയി കഴിഞ്ഞ് ചെയ്ത്. കൽപ്പേര് രാമൻകുട്ടി 2 പടമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പടത്തിൽ എന്നെ പാടിച്ചേരായിരുന്നു കേട്ടോ. മാസ്റ്റർക്ക് അവസരങ്ങൾ കുറഞ്ഞു വന്ന സമയമായിരുന്നു അത്. എന്തായാലും അവരുടെ അനുഗ്രഹമാണ് എന്നെ. ഇപ്പം ദേവരാജൻ മാഷ് പേരിട്ടു. പിന്നെ രവീന്ദ്രൻ മാഷുടെ 3 സിനിമകൾ പാടി, രണ്ട് പിന്നെ എന്താ പറയുന്നത് സീരിയൽസ് പാടി. ടൂർ മടം എന്ന് പറയുന്ന നമ്മുടെ കണ്ണാടി ഗോപകുമാർ സാറിൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഈ മിമിക്രി ഇഷ്ടമാണ് കേട്ടോ. മിമിക്രി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് 96-ൽ ഞാൻ ഒരു മിമിക്രി ട്രൂപ്പ് അന്ന് നടത്തി, തിരുവനന്തപുരം ഹാസ്യ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് അന്ന് നടത്തി കുറേ കലാകാരന്മാർക്ക് ഞാൻ ഈ മലയാള കരയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ നല്ല 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 ആർട്ടിസ്റ്റുകളാണ്. ഇല്ല അത് ഞാൻ മനസ്സറിഞ്ഞു കൊടുക്കുന്നത്. കാരണം എനിക്ക് വരുമാനം ഉണ്ടായിട്ട് ഞാൻ ചെയ്തല്ല. എനിക്ക് പറ്റില്ല, എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അതല്ലേ ഞാൻ ചോദിച്ചത്, ചന്ദ്രബാബുനോട് ചോദിച്ചു. ഷാജി അവസാനമായി പോയത്. കാരണം അത് തീർന്നു. ശരിക്കും പറഞ്ഞാൽ മണിക്കുട്ടനെ കണ്ട് മണിക്കുട്ടന് വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു ട്രൂപ്പാണിത്. മണിക്കുട്ടൻ ഇങ്ങനെ അപ്പോൾ ഷാജി മാവേലിക്കര ഷാജി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് ഞങ്ങൾ ഈ ഗതിയില്ലാതിരിക്കുന്ന കുറേ മിമിക്രിക്കാരുണ്ട്, അദ്ദേഹം അങ്ങേരെ ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ട്രൂപ്പാണെന്ന്. സത്യത കേട്ടപ്പോഴും പലപ്പോഴും പലര് മറന്നു പോകാറുണ്ട്. അപ്പം രാജാ സാഹിബ്, ഉല്ലാസ് പന്തളം, നെൽസൺ, ഷാജി മാവേലിക്കര, ചവറ മണിക്കുട്ടൻ, പിന്നെ വർക്കല അല്ല മക്കുവിനകത്ത് വർക്കല സുശീലൻ, മോളി, ഐലം മോളി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഈ PC സനൽകുമാർ സാറിൻ്റെ മോനുണ്ടായിരുന്നല്ലോ, പ്രദീപ് അല്ലല്ല രാഹുലിൻ്റെ അഡ്വക്കേറ്റ്, ആ പയ്യന്. അപ്പം അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഗസ്റ്റായിട്ട് മറ്റേ പ്രദീപ് പ്രഭാകരൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് അവരെല്ലാം. പക്ഷേ നല്ല സനൽ ഹാസ്യ, സനൽ ന്യൂസ് ACBയുടെ. അങ്ങനെ പിന്നെ അന്നത്തെ കാലത്ത് എനിക്ക് ഇത് നടത്തി സന്തോഷമായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ 2.5 ലക്ഷം രൂപ നഷ്ടം അന്നൊക്കെ. അതുകൊണ്ടൊക്കെ നല്ലൊരു വീട് വാങ്ങിക്കായിരുന്നു ഞാൻ. പക്ഷേ എനിക്കതിനകത്ത് കുറ്റബോധമൊന്നുമില്ല. സന്തോഷത്തോടെ ഞാൻ ചെയ്ത അന്നത്തെ കാലത്തിലെ അതെ നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധം അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ തമാശ കേട്ട് അപ്പം ചിരിക്കണം. കാരണം തമാശ കേട്ട് ചിരിക്കാൻ മുമ്പേ നേരത്തെ പറഞ്ഞ പോലെങ്കിൽ
അത് വേറെ സംഭവം അറിയാം. വേറൊരു കാര്യമുണ്ട്. ഇവിടെ മക്കുമാനവ പള്ളി മാവേലിക്കര ഷാജി നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ചവറ മണിക്കുട്ടൻ. നിങ്ങളിപ്പോൾ ടി വിയിലൊക്കെ കാണുന്ന, ഞങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാവരും കോളേജ് പഠിച്ചവരാണ്. ഒരു തമാശ പറഞ്ഞിട്ട് ഞാൻ ശ്വാസം മുട്ടി. കാരണം എനിക്ക് ഇവിടെ ഇങ്ങനെ വേദന എടുത്തിട്ടേ ഞാൻ നിലത്ത് മക്കുവാണ് തമാശ പറഞ്ഞത്. ഞങ്ങൾ നിലത്ത് കിടക്കുകയാണ്. ഞാൻ ഒരാൾ മാത്രം ചിരിച്ചില്ല, ജിമ്മിച്ച. അവൻ ജിമ്മിച്ച ഹെഡാണ്, നമ്മുടെ ഹെഡ്, നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന പുള്ളിയാണ്. ജിമ്മിച്ചെന്താ ചിരിക്കാൻ? നിങ്ങൾ ചിരിക്കല്ലേ, പിന്നെ ഞാൻ എന്താ ചിരിക്കുന്നത്? പുള്ളി വരെ ഇതൊരു ക്രിയേഷൻ ആയിരിക്കും. ഇത് ഇങ്ങനെയാണ് ഓരോ കോമഡി ഉണ്ടാക്കുക. കാരണം ഞാൻ ഒരു കോമഡി കൂടെ പറഞ്ഞു, കാരണം ഇത് ഞാൻ ഒന്ന് പറഞ്ഞു ഉണ്ടായതിൻ്റെ ഇവിടെ പിന്നെ നോബി, പിന്നെ ഉല്ലാസ്, പാല ജോബി, ഇവരെല്ലാം കൂടെ ഇവിടെ. ഇപ്പോൾ അവർ ഈ എന്തുവാ കോമഡി സ്റ്റാറിൽ ഉണ്ടായിരുന്നു. ഇപ്പം പേരൂർക്കടെ ആയിരുന്നു അവരുടെ ക്യാമ്പ്. ആ ക്യാമ്പിൽ അവിടെ നാഥൻ ടൂറിസ്റ്റ്. അപ്പോൾ അവിടെ ആ ക്യാമ്പ് ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര ബോറായിരുന്നു പറഞ്ഞു. അപ്പം ചേച്ചി ദോശ ഇടുന്നു, കാരണം ലക്ഷ്മി വിളിച്ചു. അപ്പോൾ ഒരു ദോശക്കല്ലേ ഉള്ളൂ. ഈ നോബിയുടെ ഒക്കെ അണ്ടാവിലോട്ട് ദോശയൊക്കെ പോകണമെങ്കിലേ ഈ മാവ് തട്ടിയെടുത്തിട്ട് അടിയിലേക്ക് തീ ഇടുന്നതാണല്ലത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ, പന്തളത്ത് അമ്മ ഇവിടോട്ട് വന്നിട്ടേ ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കണത്. അമ്മ ഇങ്ങനെ കർട്ടൻ മാറ്റി ചോദിച്ചു, വിത്തൗട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവ ഒരു 3 പേരം ഇറങ്ങിപ്പോയി. അമ്മ ചായക്ക് വിത്തൗട്ടാണ് പിറ്റേ ആഴ്ചയിലെ സ്കിറ്റിൽ വന്നത്. അപ്പൊ ഇങ്ങനെയാണ് അപ്പോഴൊക്കെ എഴുതരുക. ഇതൊക്കെ ആസ്വദിക്കണം. ഏതാ ജീവിതം ആസ്വദിക്കാനുള്ള. ഇത് കറക്റ്റ് അല്ലേ? അമ്മ നിഷ്കളങ്കമായിട്ട് ചോദിച്ചാ ഇതിനകത്ത് ആരെങ്കിലും വിത്തൗട്ടുണ്ടോ? പണ്ടൊരിക്കൽ ഒരു ഇറങ്ങിപ്പോയി കേട്ടോ, പണ്ടൊരിക്കൽ ഒരു സീരിയലിലെ ടൈറ്റിൽ സോങ് പാടാൻ ഞാൻ പോയപ്പോഴത്തേക്ക് അന്ന് പിന്നെ ഓംകാർ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഒരു JCBയുടെ ഓണർ, അയാൾ 10-20 JCB ഉണ്ട്. അന്നത്തെ കാലത്ത് പുള്ളിക്ക് സീരിയൽ പിടിക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അവൻ കാരണം ഇപ്പോഴത്തേക്ക് പിന്നെ വന്നു അയാൾ വന്നു. അപ്പം ഡയറക്ടർ പിന്നെ ഒരാളാണ് പുള്ളി പറഞ്ഞു. അപ്പം മേയറാണ് അന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരം V. ശിവൻകുട്ടി എന്ന തിരുവനന്തപുരം മേയർ, അദ്ദേഹമാണ് വിളക്ക് കൊളുത്തുന്നത്. അപ്പം വിളക്ക് കൊളുത്തി കഴിഞ്ഞ് പിന്നെ ഡയറക്ടർ പറഞ്ഞത് പിന്നെ മേയർ ശിവൻകുട്ടി. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ എന്തൊരു ജോലി? അതുപോലൊരു കോമഡി കൂടെ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ മെമ്മറി കട്ടായി പോകും. ഇതുപോലെ എൻ്റെ അച്ഛൻ ടീച്ചറാണ്, പുള്ളി അധ്യാപകനാണല്ലോ, ഭയങ്കര ഡീസൻ്റ് ആണല്ലോ. പിള്ളേരെ പഠിപ്പിക്കുക, പിന്നെ ലോകത്ത് എല്ലാ ആൾക്കാരും ഇവർ പഠിപ്പിച്ച ആൾക്കാരാണ്. അപ്പം അച്ഛനും ഞാനും കൂടെ, ഇപ്പം എനിക്ക് മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടി ബസ്സിൽ വരികയാണ്, KSRTC ബസ്സിൽ. അച്ഛനും ഞാനും കൂടെ നീ എന്ത് തമാശ പറയാൻ. അപ്പം ഞാനിങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഈ താഴോട്ട് നോക്കിയപ്പോൾ ഒരു 100 രൂപ കിടന്ന് പറക്കുന്നു കേട്ടോ താഴെ. ചവിട്ടി പിടിച്ച് നമ്മുടെ ചവിട്ടി പിടിച്ചപ്പോൾ അച്ഛൻ എന്തോടാ താഴെ? ഞാൻ പറഞ്ഞ് 100 രൂപ ഞാൻ. എക്സ്ക്യൂസ് മീ പ്ലീസ് കണ്ടക്ടർ. ബേക്കറി ഇറങ്ങി, എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്തല്ലേ വീട്. ഇറങ്ങിയിട്ട് അവിടെ വന്നിട്ട് അംബ്രൂസിൽ വന്ന് സാധനം എടുത്തിട്ട് എത്രയായി? മിച്ചറും സംഭവം എല്ലാം വീട്ടിലോട്ട് കൊണ്ടുപോകണേ. മിച്ചർ എത്രയായി? 30 രൂപ. പുള്ളിയുടെ 100 രൂപ. അവസ്ഥ ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കതയെ കാര്യം വല്ല കാര്യമുണ്ട്. ജാടാ കാര്യം മകൻ്റെ അടുത്ത് ജാളതയും ജാട്ടി മറ്റേ പിടകത്തറക്ക. ഒരു സ്ഥലത്തെ കാരണം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഇത് എടുത്തോട്ടെ. ഒരു കച്ചേരി അദ്ദേഹത്തിൻ്റെ മകൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് മൃദംഗത്തെ ശ്രുതി ചേർക്കുന്നു, തമ്പുരു പിന്നെ എന്ത് പറഞ്ഞ് വയലിൻ ശ്രുതി ചേർക്കുന്നു, എല്ലാവരും ഉണ്ട്. അപ്പം ഫുഡ് കഴിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ഈ പാട്ട് പാടുന്ന മോൻ്റെ അച്ഛന് പാട്ടുപാട്ട് യാതൊരു പൈസ ഉണ്ട്, ധാരാളം പൈസ ഉണ്ട്. കടയിൽ അദ്ദേഹം കട പൂട്ടിട്ട് പിന്നെ ആളെ ഇരുത്തിയിട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് വന്നപ്പോഴത്തെ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഇപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ കട്ടിലേൽ ഒരാൾ കിടക്കുന്ന പോലെ ഇതാര് കിടക്കുന്ന അച്ഛാത് തമ്പുരുവാരും ഗംഭുരുവാലും ഇവിടെ ചോറുണ്ടച്ച് കിടന്ന
തമ്പുരു എന്താണെന്ന് കറക്റ്റ്. ഈ തമ്പുരുവല്ലേ ആ ചന്തി ഭാഗം ഉണ്ടല്ലോ, ചന്തിയുണ്ട് നീളത്തിൽ കിടക്കുകയല്ലേ സംഭവം. ഒരാൾ കിടക്കുന്ന പോലെ കൃത്യമായിട്ട് ഈ അച്ഛ ഇതാരെ കിടക്കുന്ന ചോറുണ്ടല്ലോ, അച്ഛ തമ്പുരു ആളും കിമ്പുരു ആളും കൂടെ ചോറുണ്ടെത്തി കിടന്നാൽ മതി. ഇനി നമ്മുടെ കൂടെ പഠിച്ചൊരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അദ്ദേഹം ഇപ്പം മറ്റേ കോളേജിൽ സാറൊക്കെ ആയിരിക്കും, പേര് പറയണ്ട, വേണ്ട, അറിയാം. പോട്ടെ. ഫുഗിയൻ എന്നേ പറയത്തുള്ളൂ. ഫുഗിയൻ അറിയാം, അപ്പം മിണ്ടരുത്. ഫുഗിയൻ, പിന്നെ എന്തോ അങ്ങനെ എല്ലാ സുരേന്ദ്രൻ ഫുഗിയൻ ഇങ്ങനെയൊക്കെ സമയം. പുള്ളി നമ്മുടെ ശാസ്താംകോലിൽ, അതായത് എം ജി ശ്രീകുമാർ സാറിൻ്റെ, എം ജി രാജ സാറിൻ്റെ തൊട്ടപ്പുറത്ത് ശാസ്താംകോലിൽ പലകേട്ട് സ്റ്റേജുണ്ട്. സ്റ്റേജിലിങ്ങനെ പുള്ളി ഭയങ്കര പാട്ട് നകുമ്പോൾ ഭയങ്കര ഏതൊക്കെയോ പാട്ട് പഠിക്കുന്നു. നാടകക്കാർ വരാൻ വേണ്ടിയിട്ട് ഇയാളെ അങ്ങ് ഏൽപ്പിച്ചു വിട്ടത്. അപ്പോൾ ഒരു 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളങ്ങ് പാടിക്കോളും. അങ്ങനെ നാടകക്കാർ വന്ന് ഈ സാധനം ഇപ്പം നാദസ്വരമാണ്, നാദസ്വരമാണ്. അപ്പോൾ ഇപ്പം ഇറങ്ങി നാടകക്കാർ വന്നു. ഇപ്പം ഈ സംഭവം ഇല്ല, നാടകക്കാർ കണ്ടില്ല സാധനം എടുത്തില്ല, പലക ചവിട്ടിപ്പോഴേ ബാക്കില്ലാത്ത സാധനത്ത് വന്ന് അടിച്ച് എലിവില്ലടിക്കുന്ന പലകല ഇടയ്ക്ക് ഇറങ്ങി പോയി ചില സംഭവങ്ങളെ. അന്ന് 3 മാസം നമ്മുടെ കോളേജിൽ വന്നിട്ടില്ല പുള്ളി. ഇതൊരു വാക്കെടുത്ത് പോയി ഈ മറ്റേ പാക്കോട്ടിക്ക് തടിക്കുന്നതായി പോയി. ഇനി നമുക്കറിയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ എൻ്റെ തമാശകൾ വളിപ്പുകളല്ല കേൾക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ 2-3 ഗാനങ്ങൾ എല്ലാത്തിൻ്റെ 2 വരികൾ നമ്മൾ കേട്ടില്ലെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഞാൻ തന്നില്ലെങ്കിൽ അല്ലെ നമ്മുടെ ചാനലിൽ കൂടെ കേൾക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ദേവരാ മാഷ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ദേവരാ മാഷിൻ്റെ ചില സംഭവങ്ങൾ അദ്ദേഹത്തിന് പേരെടുത്ത് കൊണ്ടുവന്നത് ദേവരാ മാഷാണ്. രവീന്ദ്ര മാഷിൻ്റെ കൂട്ടത്തിൽ ചേട്ടനും അനിയനെയും പോലെ തന്നെ ഇരിക്കും ഏകദേശം. അങ്ങനെയാണ് സംഭവം. കാര്യം ഞങ്ങൾ ഒരുമിച്ച് എല്ലാം കോമഡി ആയി പോകും. ഇവരോട് അടുക്കുമ്പോൾ മാത്രമേ ഇവരിലെ ആരാണ് എന്താണെന്നുള്ളത് അത്രേ ഉള്ളൂ. ഇപ്പം പന്തളം ബാലൻ എന്ന് പറയുമ്പോഴേക്കും പുള്ളി ഭയങ്കര ജാടയാണ്, ഭയങ്കര വൻ ടീമാണ്. വൻ ടീമൊന്നും അല്ല, നമ്മൾ അറിയത്തുള്ളൂ കുറേ നല്ല അതല്ല ഉണക്കമേ വറുത്തതും ഇച്ചിരി ചോറും കിട്ടിയാൽ നമ്മളെ കിടത്താൻ പറയിക്കോളാം. അല്ല, നമുക്ക് അങ്ങനൊന്നുമില്ല, ഒരു നിർബന്ധവും ഇല്ല. പിന്നെ അത് ഭയങ്കര സംഭവമാണ്, ആർക്കും അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ രവീന്ദ്ര മാഷിനെ കാണുന്നുള്ളൂ, ദേവരാ മാഷിൻ്റെ മുമ്പിൽ അങ്ങനെ ചെന്നിരിക്കാൻ പറ്റുമോ? അത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ലാലില്ലേ കമ്പോസർ, ലാലൊക്കെ മറന്നു, ലാലപ്പൻ. അപ്പോൾ ഞാൻ നൂപുരയിൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പാടാറുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോൾ ലാലപ്പൻ താമസിച്ചു, കമ്പോസറുമായിരുന്നു. അപ്പോൾ കീബോർഡ് കിട്ടുന്നത് ഇതാണ് സൗണ്ട് സാർ. തിരങ്ങണിയിൽ നേരെ ഇങ്ങനെ വന്നിട്ട് വന്നോ പൊയ്ക്കോ സ്റ്റുഡിയോട്ട്, ഇങ്ങോട്ടല്ലേ വീട്ടിലോട്ട്. അങ്ങനല്ല, അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു എന്നാ മാഷ ബസ് കിട്ടാൻ ലേറ്റായി, തിരിച്ചു പോകാൻ ബസ് കിട്ടുമോന്ന്. എന്നാ പൊയ്ക്കോ. അതാണ്. അല്ല അവര് എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ സാറ് ചെയ്ത ഒരു സംഭവത്തിൽ ഞാൻ എനിക്കറിയാം ദേവരാ മാഷെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഭയങ്കര മ്യൂസിക് കോളേജിൽ നമ്മൾ ഭയങ്കര സെറ്റപ്പല്ലേ, നമ്മൾ വലിയ ആളായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. ഞാൻ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ചെന്നു, ഞാൻ പറഞ്ഞു സാറേ ഇതിനകത്ത് അപ്പോൾ തങ്കണ്ണനാണ് കീബോർഡ്, തങ്കരാജ ഹരികുമാർ പോലെ ചേട്ടനായല്ലോ. ഞാൻ പറഞ്ഞു സാറേ ഇതിനകത്ത് മറ്റേ ഇത് കൊടുത്തൂടെ, എന്നാ അത് കുറേ എൻ്റെ നെഞ്ചിലോട്ട് അത് കൊടുത്ത് സാർ അത് കൊടുത്ത്. പക്ഷേ കൊടുത്തപ്പം എന്ത് ചെയ്യുന്നു ഞാൻ എനിക്ക് പിന്നാണ് റെക്കോർഡിസ്റ്റിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഇതാരെന്ന് വിളിച്ചത്. ഞാൻ പറഞ്ഞ ആര്? ദേവരാ മാഷ്. എനിക്ക് ഈ കാലം ഇങ്ങനെ വെക്കണോ, ഈ കാലം ഇങ്ങനെ വെക്കണോ, നടന്നു പോകാൻ മറന്നുപോയി. ഞാൻ ഇങ്ങനെയൊക്കെ ദേവരാജൻ മാഷിൻ്റെ അടുത്ത് ഞാൻ കണ്ട്രാക്ട് വിടാൻ വേണ്ടിയിട്ട് അതൊരു ഭാഗ്യമാണ്. കാര്യം ഞാൻ പറഞ്ഞു കൊടുത്ത സാധനം ആ മഹാനായ സംഭവം അല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്കിവിടെ റെസ്പെക്റ്റ് കൊടുക്കാം. കാരണം ഒരു സംഗീതം മാത്രമേ ഉള്ളൂ ഇവിടെ.
അല്ലെങ്കിൽ അവിടോട്ട് പിന്നെ ഇപ്പം എൻ്റെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിനേക്കാൾ കേടായിരുന്നു അന്ന്. ചെറിയ പ്രായമല്ലേ. അപ്പം നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉൾക്കൊള്ളണമെങ്കിൽ അവിടെ ദേവരാം മാഷയുടെ കുഞ്ഞമ്മയുടെ മോനാണെന്നോ അല്ലെങ്കിൽ എൻ്റെ വല്യച്ഛൻ്റെ മോനാണെന്നോ പാട്ട് മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ്. അല്ല, ഇന്ന് സംഗീതം ഉണ്ടോ? എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഇന്ന് ഏതെങ്കിലും ഒരു പാട്ട്. കാരണം ഞാൻ ആരെയും വേദനിപ്പിക്കാനോ സംഭവങ്ങളോ പറയല്ല. ഒരു സംഗീതമില്ല. ഞാൻ ഇപ്പം ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് ഒന്ന് ഇതുപോലെ പഴയ ആ പാട്ടുകളെ. അത് ഞാൻ മാത്രമല്ല, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെല്ലാം ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ പാട്ട്. ഇപ്പം എൻ്റെ മോനും ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇതാണ് ആ പാട്ട്. ഇപ്പോൾ ഒരു പാട്ട് ഇപ്പോൾ പഴയ മാഷെ ഒരു പഴയ ഗാനം. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമന്തിരി പൂത്തു വിടന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി നീ മാത്രമെന്തിനുറങ്ങി. അതാണ് ഒരു സുഖം. ആ പഴയ പാട്ടിൻ്റെ ആ മെലഡി, ആ സാധനം. ഞാനിപ്പോൾ വായിച്ചേക്കുന്നത് നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹം ഒരു പാട്ടുകാരൻ മാത്രമല്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടാണ്. ഇപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പോൾ അവിടെ നിന്ന് വരും. അതാണ് അത് ഒരു കലാകാരൻ്റെ ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? അത് നല്ല സംഭവമല്ലേ? ഇനി ഇദ്ദേഹത്തിനെക്കുറിച്ച് നമ്മളിപ്പോൾ വന്ന് തീർത്തിയാണ്. കാരണം ഓണമാണ്, ഡെയിലി പരിപാടിയാണ്. നമ്മൾ വിളിച്ച് നിർത്തി ഇവിടെ നിർത്തിയതാണ്. കാര്യം ഇനി ഒരു 2-3 പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടില്ലെങ്കിൽ ഞാനും സന്തുഷ്ടനാവില്ല. അടുത്തൊരു പാട്ടിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തെ പറ്റി ജസ്റ്റ് ഒന്ന് പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കാൻ വന്നപ്പോൾ ഒരു മ്യൂസിക് കോളേജിൽ ബാച്ചിൽ 60 ആൺകുട്ടികൾ 60 പെൺകുട്ടികളെ എടുക്കും. പക്ഷേ ഈ 60-ൽ 120 കുട്ടികൾ ഞാൻ ഇല്ലായിരുന്നു. അവസാനം 3 മാസം കഴിഞ്ഞാണ് ഞാൻ അവിടെ എത്തിയത്. 121ാമത്തെ കുട്ടിയായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ആ ബാച്ചിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരേ ഒരാൾ ഞാനാണ്. വെരി ഗുഡ്. അല്ല കറക്റ്റാ, നിയോഗമാണ്. ഞാൻ പിന്നെ 1 to 10 ആ 1 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫേമസ് ആയ 10, അതായത് പൂർവികർ മുതൽ 10ാമത്തെ ആളായിട്ട് മ്യൂസിക് കോളേജ് പഠിച്ചിറങ്ങിയ ഒരാളായിട്ട് ഇപ്പം അതിന് ശേഷമാണ് വേറെ പലരും വന്നത്. പിന്നെ ആദ്യം എൻ്റെ വെബ്സൈറ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. പിന്നെ അത് ചില വ്യക്തി താല്പര്യങ്ങളിൽ അത് മാറി ഞാനത് അമേരിക്ക ഇരുന്നപ്പോഴാണ് എനിക്കറിയാൻ മാറ്റിയത്. ഞാൻ സമരം ചെയ്ത് അവിടെ ചില ഇപ്പൊ നമ്മൾ പറയുന്നില്ല, അത് ചില ഇപ്പം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അങ്ങനെ കുറെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ മ്യൂസിക് കോളേജിൽ ആദ്യമേ പാടിയ പാട്ട് ഫസ്റ്റ് ഇയറിൻ്റെ റെപ്പായിട്ട് വന്നപ്പോഴും ഓണപ്പൂവേ ഓമൽ പൂവേ എന്ന് പറഞ്ഞ ആ പാട്ടാണ്. അപ്പോൾ അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് പലരും എൻ്റെ സിദ്ധി തിരിച്ചറിഞ്ഞത്. അങ്ങനെ തിരിച്ചറിഞ്ഞ് എനിക്ക് സിത്താരയിലേക്ക് പാടുവാൻ ഒരവസരം കിട്ടിയത് പിന്നെ കൊട്ടാരക്കര പ്രദീപേട്ടൻ ആണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ എനിക്ക് തന്ന സ്നേഹവും അതോടൊപ്പം തന്നെ മുരളി സിത്താര ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ബാച്ചാണ്. അതെ, ഞങ്ങളൊരു പ്രായവും ഒരു ബാച്ചാണ്. ഞാനും തവലയാണ്. പിന്നാണ് ചെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മുടെ ഡാൻസ് സെക്ഷൻ്റെ അവിടെ റൂമിലൊക്കെ ഇങ്ങനെ പാടുമ്പോഴത്തേക്കാണ് എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഹരി, കോവളം ഹരി എന്ന് പറയുന്ന അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ മിക്സർ പാടണം എന്നൊക്കെ പറഞ്ഞു. മിക്സറെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടാ സത്യം. അല്ല, യഥാർത്ഥമാണ്. എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് പാടാൻ അന്ന് കെ സി രമയും ഞങ്ങൾ രണ്ടേ കൂടെ പിന്നെ ഹരിയുടെ അമ്പലത്തിൽ, അന്ന് കണ്ണൂർ ജോസഫ് കീബോർഡിസ്റ്റാണ് വായിക്കുന്നത്.
പുളിങ്കുടി അല്ലല്ല കണ്ണൂർ അദ്ദേഹം മരണപ്പെട്ടു. പുളിങ്കുടി, അതെ അതെ, കോവളത്ത്. അവിടെ ഒരു അമ്പലത്തിലായിരുന്നു. അമ്പലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഈ മൈക്ക് എടുത്ത് ഒരു പ്രൊഫഷണൽ പരിപാടി ഹരിയാണ്. ഞാൻ പല വേദികളും പറയാറുണ്ട്. കീബോർഡ് ഹേമൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടെ ഇരിക്കുന്ന കീബോർഡിസ്റ്റ്. ഹേമന്റെ അല്ല, ഹരിയുടെ മകനാണ് സിദ്ധാർത്ഥ്. ഈ വളർന്നു വരുന്ന വലിയൊരു കലാകാരൻ, അതുല്യ കലാകാരനാണ് മോൻ. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അച്ഛനെ അനുസരിച്ച് വളരുന്ന മക്കൾക്കൊക്കെ നന്മകൾ എന്നും ഉണ്ടാവും. അച്ഛനും അമ്മയെ അനുസരിച്ച് വളരുന്ന മക്കൾക്ക് എപ്പോഴും തീർച്ചയായിട്ടും ജീവിതത്തിൽ നന്മകളുണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ ആ തുടക്കത്തിൽ എനിക്ക് തന്ന ആ മൈക്കിൽ ഒരിക്കൽ പോലും എനിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. ഗാനമേള മേഖലകളിൽ ഹരികുമാർ, നിങ്ങൾ പറഞ്ഞാൽ ഹരികുമാർ കൈപിടിച്ച് എത്ര പേരെ കൊണ്ടുവന്നിരിക്കാൻ ആരും ഏറ്റവും ടോപ്പാണ്, യാതൊരു സംശയം വേണ്ട. പുള്ളിക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റോ ചീള് കേസാ പുള്ളിക്ക് മൊത്തം. പുള്ളിയെ കയറി പോയിക്കോളൂ. അല്ല അവര് പുള്ളിക്ക് അതൊരു സംഭവമാണ്. അല്ല ഞാൻ ഓർക്കണമല്ലോ, ഞാൻ ഓർത്ത് പറയണം. ഞാൻ മിക്ക സ്ഥലങ്ങളും പറയാറുണ്ട്. അല്ല നമ്മൾ പിന്നെ വന്ന വഴികളുണ്ട്. അതായത് ഞാൻ പെട്ടെന്ന് സെലിബ്രിറ്റി ആയാളൊന്നും അല്ല, സെലിബ്രിറ്റി ആയിട്ട് ഞാനോട്ട് ഭാവിക്കാറുമല്ല. ഞങ്ങൾ 3-4 പിന്നെ ചാനലിൽ പുള്ളി പ്രൊഡ്യൂസറായിരുന്നു. എന്നെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇണയും പ്രാവും എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളൊരു ശശികളിയനാണ് കളിയ, അങ്ങനെ ഒരു ക്യാമറമാനുണ്ട്. അപ്പോൾ ആ പുള്ളിയെ വിടാതെ പുള്ളി നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കാണും. കാരണം ഹരികുമാർ ഉണ്ടെങ്കിൽ ശശികളിയനും കാണും. എന്നുവെച്ചാൽ പുള്ളിയുടെ പേരങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാ പേരും കളിയാക്കി ആയിരിക്കുന്നു, ശശികളിയനാണ് കളിയാളിയ പുള്ളിയുടെ. അപ്പോൾ എന്തായാലും അത് ഭയങ്കര ഒരു അത് തീർച്ചയായും. പിന്നെ എനിക്ക് എന്താ പറഞ്ഞാൽ കുറേ ട്രൂപ്പുകളിൽ പാടാൻ സാധിച്ചു. അതിനുശേഷം പല സ്ഥലത്തു നിന്നും മോശമായ അനുഭവം. കാരണം ഏത് ട്രൂപ്പിൽ പോയാലും 1-2 പാട്ടേ തരുള്ളൂ. കാരണം എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ പാടണമെന്നുള്ള ഒരാവേശം. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വിനായക ടൂറിസം പോലെ എനിക്ക് പിന്നെ ആ പഴയ ഗാനമുണ്ടല്ലോ, നിങ്ങൾ ദാസാറിൻ്റെ ശബ്ദത്തിൽ പണ്ടത്തെ സൽചവിതി സാറാണോ ദേവരായ മാഷൻ സാറാണോ പഴയ ആ ഗാനം അങ്ങോട്ട് കടന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ പാടാത്തൊരു പാട്ടാണ്, എനിക്ക് പെട്ടെന്ന് തോന്നി. നല്ല 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 സംഭവമാണ്. കാര്യം ഇതറിയാം, അത് ആ മെലോഡി നമ്മളെ ഈ പാട്ടൊക്കെ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കിടന്നിട്ട് ചെറിയ സംഭവത്തിൽ ഭയങ്കര സുഖമല്ലേ സാധനം. എന്തായാലും നമ്മൾ ഓണത്തിലല്ലേ ഇവിടെ വന്നത്. അപ്പോൾ ബാലൻചേട്ടൻ്റെ ഒരു സോങ്ങിലേക്ക് കിടന്നാലോ, ഓണപ്പാട്ടിലേക്ക് നല്ലൊരു ഓണപ്പാട്ട് ആസ്വദിക്കാം. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേവാ.
മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാട പൂനിലാവേ വാ. വളരെ മനോഹരമല്ലേ? ഒരു വേറൊരു പാട്ടോടെ ഒരു ഓണപ്പാട്ട്. എനിക്ക് ഈ കാസറ്റിൻ്റെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, നിങ്ങൾ സ്റ്റേജിൽ പാടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ തരങ്ങണി കാസറ്റല്ലേ അത്? ഈ ഉത്രാട ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടിനു തേനും മാവേലിക്കുയിരു നൽകും സർവസദാബ്ദി സൗവർണഗാത്രി നീ എൻ മനസ്സുണർത്തിപ്പോയി നീ എൻ മനസ്സുണർത്തി. ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടിനു തേനും മാവേലിക്കുയിരു നൽകും സർവസദാബ്ദി സൗവർണഗാത്രി നീ എൻ മനസ്സുണർത്തിപ്പൂവേ നീ എൻ മനസ്സുണർത്തി. അത് കറക്റ്റ്. വളരെ മനോഹരമായ ഒരു ഗാനങ്ങൾ നമ്മളെല്ലാം കേട്ടു. ബാലൻ സാറിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ചാനലിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. അപ്പം അദ്ദേഹം ഇനി ഉയർന്ന് ഒരു വലിയ കഴുകനായി പറന്ന്, കഴുകനാവണ്ട, അദ്ദേഹം ഇങ്ങനെ വലിയ മനുഷ്യനായി മാറട്ടെ, നല്ലൊരു ഗായകനായി മാറട്ടെ. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ സംവിധായകരുടെ കൂട്ടത്തിൽ അദ്ദേഹം പാടാനുള്ള കഴിവുകൾ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനോടും ഞങ്ങളുടെ ക്രൂ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഓണം മലയാളികളുടെ ഒരു വികാരമാണ്. ജാതി മത ഭേദമന്യേ മലയാളികൾ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ. ഇപ്പോൾ മതത്തിൻ്റെയും എന്താ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ വിഭിന്നമായിക്കൊണ്ടിരിക്കുന്ന, ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും മാവേലിയുടെ സങ്കല്പം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ജീവിക്കേണ്ടത്, സന്തോഷത്തോടെ ജീവിക്കുവാൻ. ഹിന്ദു, ഇസ്ലാമും ക്രൈസ്തവനും സിഖും ഒരമ്മ പെറ്റ മക്കളാണെന്നും നമ്മുടെ സിരകളിലൊക്കെ ഓടുന്നത് ചുവന്ന രക്തമാണെന്നുമുള്ള ധാരണയോടെ പരസ്പര സ്നേഹത്തോടെ ചിരിച്ച ഒരു സമൂഹം നമുക്കുണ്ടാകട്ടെ. നല്ല സംസ്കാരമുള്ള, സാംസ്കാരികമായിട്ട് ഉയർന്ന ചിന്താഗതിയോടെ ജീവിക്കുന്ന നല്ലൊരു സമൂഹം നമുക്കുണ്ടാകട്ടെ. ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഒരുപാട് സ്നേഹത്തോടെ പന്തളം ബാലൻ. താങ്ക് യു വെരി മച്ച്.